സദ്ഗുരുഭ്യോ നമ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നമുക്ക് നിമി ചക്രവർത്തിയുടെ കഥയിലേക്ക് പ്രവേശിക്കാം. മുന്നമോ മഹേന്ദ്രൻ വരിച്ചതു കാരണം നന്നായി കഴിച്ചിങ്ങു വന്നിടുവരെന്നരുൾ ചെയ്തങ്ങിഴുന്നള്ളി വസിഷ്ഠനോ മന്നവനൊട്ടുമേ സൗഖ്യം വരകയാൽ ചെറ്റുനാൾ വാർത്തു വസിഷ്ഠനെ കാണാഞ്ഞു മറ്റു മുനിവരന്മാരെ വരിച്ചുടൻ യാഗം തുടങ്ങിയ നേരമോ മഹേന്ദ്രന്റെ യാഗവും കഴിച്ചിങ്ങു വന്നു വസിഷ്ഠനോ യാഗം തുടർന്നത് കണ്ടു കുപിതനായ വേഗേന ഭൂപതി തന്നെ ശപിച്ചിതേ നമ്മയും ധിക്കരിച്ച് ഇത്തരം ചെയ്തൊരു ദുർമതേ നിന്നുടെ ദേഹം പതിച്ചു പോ എന്നു ശപിച്ചത് കേട്ടു നരേന്ദ്രനും വന്ന് കോപേന ശപിച്ചാൻ വസിഷ്ഠനെ ലോഭം നിനയ്ക്കയാൽ എന്നെ ഉപേക്ഷിച്ച ലോഭിയാകും തവ ദേഹവും വീണുപോം അന്യോന്യമേവൊന്നും ശപിച്ചാൽ ഇരുവരും വന്നിതവർക്ക് ശരീരപാദം ക്ഷണോ. അവിടെ വസിഷ്ഠ മഹർഷി ഇന്ദ്രന്റെ യാഗത്തിനായിട്ട് പുറപ്പെട്ടു പോയി. നിമി ചക്രവർത്തി വസിഷ്ഠൻ വരും എന്നുള്ള പ്രതീക്ഷയില് കുറച്ചു ദിവസം ഇരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം വന്നില്ല. പ്രതീക്ഷിച്ച സമയത്ത് എങ്ങും വന്നു തീർന്നില്ല. അപ്പോഴ് അദ്ദേഹത്തിന് തോന്നി താന് ഒരു സൽക്കർമ്മം ചെയ്യാന് ആരംഭിച്ചതാണ്. അത് ചിന്തിച്ചത് ഉടൻ തന്നെ ചെയ്യണം. അപ്പോഴ് ശുഭമായുള്ള കാര്യങ്ങള് ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ അതിനൊരു കാലാമാന്തം പാടില്ല. ജീവിതം അല്പകാലസ്ഥിതമാണ്. ആ കാലത്തിനിടയിൽ നല്ല കർമ്മങ്ങൾ ചെയ്യണം. ശുഭസ്യ ശീഘ്രം എന്നൊന്നുണ്ടല്ലോ. നല്ല കാര്യങ്ങള് പെട്ടെന്ന് തന്നെ ചെയ്യണം. അതിന് വസിഷ്ഠൻ വരാൻ വേണ്ടി കാത്തു നിന്നില്ല. അദ്ദേഹം മറ്റു ഋഷീശ്വരന്മാരെ വിളിച്ച് യാഗം ചെയ്യിച്ചു. ഈ സമയത്താണ് ഇന്ദ്രയാഗം സമർപ്പിച്ച് വസിഷ്ഠ മഹാമുനി തന്റെ ശിഷ്യനായ നിമി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്നത്. അദ്ദേഹം വന്നപ്പോൾ നിമി ചക്രവർത്തി മറ്റ് ഋത്വിക്കുകളെ കൊണ്ട് യാഗം ചെയ്യുകയാണ്. തന്റെ ശിഷ്യൻ നിമി പരമജ്ഞാനിയാണ്. അദ്ദേഹത്തോളം ജ്ഞാനം മറ്റാർക്കുമില്ല എന്നുള്ള ഒരു കാലഘട്ടമാണത്. അദ്ദേഹം അത്രയ്ക്ക് അന്നുള്ളവരിലൊക്കെയും പരമജ്ഞാനിയാണ്. അപ്പൊ വസിഷ്ഠ മഹർഷിക്ക് തോന്നി ജ്ഞാനിയാണ് എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് നിമി ചക്രവർത്തി ഇപ്രകാരം ചെയ്തതെന്ന് തോന്നിപ്പോയി. അങ്ങനെ തന്നെ താൻ അഭിമാനിച്ച് താൻ തന്നെ സർവശ്രേഷ്ഠൻ എന്ന ചിന്തയിൽ എടുത്തു ചെയ്ത ഈ തീരുമാനം, ഈ പ്രവൃത്തി നിനക്ക് നാശം ഭവിക്കുന്നതാകട്ടെ, നിന്റെ ശരീരം വീണു പോകട്ടെ എന്ന് പറഞ്ഞു. പതിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ ആ വീണ് ശരീരം ജീവൻ പോവുക, ഇതാണ് അവന്റെ ഉദ്ദേശം. അപ്പൊ എന്തായിരുന്നാലും നിന്റെ ശരീരം പതിച്ചു പോകട്ടെ എന്ന് വസിഷ്ഠ മഹർഷി നിമിയെ ശപിച്ചു. നിമിക്ക് വസിഷ്ഠ മഹർഷിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള സമയം കിട്ടില്ല. അതിനിടയിൽ തന്നെ ശാപം കഴിഞ്ഞു. തന്റെ ധാർമ്മികതയെ വസിഷ്ഠ മഹർഷി മനസ്സിലാക്കിയില്ല എന്നുള്ള വലിയൊരു സങ്കടം, ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായി. അപ്പം എന്റെ ധാർമ്മികതയെ അറിയാതെയാണ് അങ്ങനെ ശപിച്ചത് എന്ന് മാത്രമല്ല, ഇന്ദ്രനിൽ നിന്ന് അധികം ധനം കിട്ടുമെന്ന ചിന്ത കൊണ്ട് അങ്ങ് ഇന്ദ്രന്റെ യാഗത്തിന് പോയി. അത് സമർപ്പിച്ചിട്ട് വേഗം വന്ന് എന്റെ യാഗം നടത്തി തരാമെന്ന് കരുതിയത് എന്തുകൊണ്ടാണ്? ഇന്ദ്രനിൽ നിന്നും എന്നിൽ നിന്നും ധനലാഭം ഉണ്ടാകും എന്ന ചിന്തയോടുകൂടിയാണ്. ആ ധനലാഭം, ആ ചിന്ത, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അധാർമികതയാണ്. ആ ലോഭ ചിന്ത അത് അധാർമികതയാണ്. നിമി ചെയ്തതോ ധാർമ്മികതയുടെ തലത്തിൽ കൂടിയാണ്. അപ്പൊ ധാർമ്മിക തലം അറിയാതെ ധനലോഭം കൊണ്ട് അധാർമികനായിരുന്ന വസിഷ്ഠൻ
നിമിയെ ശപിക്കാൻ യോഗ്യതയില്ല. അപ്പോൾ നിമി എന്ത് ചെയ്തു? തിരിച്ച് അങ്ങയുടെ ശരീരവും പതിച്ചു പോകട്ടെ, വീണു പോകട്ടെ എന്ന്, അല്ലെങ്കിൽ വീണ് ജീവൻ നഷ്ടമാകുക, അതാണ് വീണു പോകട്ടെ. വീഴുന്നത് അവസാനമാണല്ലോ, വീണ് കഴിഞ്ഞാൽ പിന്നെ കൊള്ളി വയ്ക്കുകയാണ് പതിവ്, അതാണ് വീണു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പതിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അന്യോന്യം ശാപം ചെയ്ത് അവര് രണ്ടും നിമി പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാർ ആ ശരീരത്തെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി. അപ്പം പറയുകയാണ്, ഞങ്ങളുടെ പ്രപിതാമകനായ വസിഷ്ഠൻ, ആരാണ് പറയുന്നത്? ശുഗബ്രഹ്മർഷിയാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രപിതാമകൻ, ഞങ്ങളുടെ പൂർവ പിതാമകനായിരുന്ന ആ വസിഷ്ഠനിൽ കൂടിയാണല്ലോ വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിഞ്ച പുത്ര പരാശരഞ്ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രപദാസ ശിഷ്യം എന്ന് നമ്മള് ഗുരുവന്ദനം ചെയ്യുന്നത്. ആ വസിഷ്ഠനിൽ കൂടിയാണല്ലോ ഈ പരമ്പര വ്യാസന്റെ ഉത്ഭവിച്ചു വരുന്നത്. അതുകൊണ്ടാണ് പ്രപിതാമകൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് മിത്രാവരണന്മാരുടെ പുത്രരായിട്ട് ഉർവശിയിൽ ജനിച്ചു ഈ വസിഷ്ഠൻ. അതാണ് കുംഭോത്ഭവൻ എന്ന് പറയാൻ കാരണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരിക്കല് മിത്രാവരുണന്മാര് ഉർവശിയെ കണ്ടു. ഉർവശിയെ കണ്ടതേ ഉള്ളൂ, ഉർവശി ഇവരെ കണ്ടോ എന്നറിഞ്ഞുകൂടാ, അത് പ്രതിപാദിക്കുന്നില്ല. എന്തായിരുന്നാലും ഉർവശിയെ കണ്ടു. അവരുടെ ആ രൂപ സൗന്ദര്യ, ആ ലാവണ്യത്തില് ഇവരുടെ മനസ്സ് ഭ്രമിച്ചുപോയി. ആ അതിശയിപ്പിക്കുന്ന സൗന്ദര്യത്തെ കണ്ടിട്ട് ഇവര് പെട്ടെന്ന് അതിലുള്ള ആ നിമഗ്നമായ ചിന്തയില് ഇവർക്ക് വീര്യപാതം ഉണ്ടായി, വീര്യം സ്രജിച്ചു എന്ന് പറയുന്നു. അവരതിനെ ഒരു കുടത്തിൽ സൂക്ഷിച്ചു. കാലം കൊണ്ട് ആ കുടത്തിലുണ്ടായിരുന്ന ബീജം അത് വളർന്ന് ആ കുടം ഭേദിച്ച് പുറത്തു വന്നു. അതുകൊണ്ടാണ് കുംഭോത്ഭവൻ എന്ന് പറയുന്നത്. ഉർവശി പുത്രനാണ് വസിഷ്ഠൻ എന്ന് പറയുന്നത് ഈ സങ്കല്പം കൊണ്ടാണ്. ഈ ബീജസ്ഖലനത്തിന് കാരണം ഉർവശിയാണെന്നേ ഉള്ളൂ, അവരറിഞ്ഞിട്ടില്ല ഇതൊന്നും. അപ്പൊ കാരണഭൂത ആയതുകൊണ്ട് ഉർവശിയുടെ പുത്രനായി എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. അന്യോന്യമേവം ശമിച്ചാലിരുവരും വന്നിത് അവർക്കു ശരീരപാദം ക്ഷണോ മിത്രവരുണതനയനായി ഉർവശീപുത്ര ഭാവേന ജനിച്ചാൻ വസിഷ്ഠനോ. പുത്രഭാവേന എന്നാണ് പറയുന്നത്, പുത്രരായിട്ടല്ല. ഭൂപതി തന്നുടെ ദേഹം നശിക്കാതെ താപസന്മാർ പരിപാലിച്ചനന്തരം യജ്ഞം സമർപ്പിച്ചു ദേവതമാരോട് വിജ്ഞാനികള മുനികൾ കരുണയാ ഭൂപതി ദേഹമുണരുവാനർത്ഥിച്ചു. ഭൂപതി താൻ അതു കേട്ടു ചൊല്ലിടിനാൻ. അങ്ങനെ മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട് വസിഷ്ഠ മഹർഷി ഉണ്ടായി. വസിഷ്ഠ മഹർഷിയുടെ പുത്രനായിട്ട് ശക്തി മഹർഷി, ശക്തിയുടെ പുത്രനായിട്ട് പരാശര മഹർഷി, പരാശര മഹർഷിയുടെ പുത്രനായിട്ട് വ്യാസ മഹർഷി, വ്യാസ മഹർഷിയുടെ പുത്രനായിട്ട് ശ്രീ ശുഗബ്രഹ്മർഷി. അപ്പൊ പ്രപിതാമകൻ എന്ന് പറഞ്ഞത് വസിഷ്ഠനെ അതുകൊണ്ടാണ്. ഇത് ഭഗവാൻ വേദവ്യാസന്റെ ഭാഗവതമാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പുനർജന്മം കിട്ടി. കുംഭോത്ഭവനായിട്ട് വസിഷ്ഠൻ വീണ്ടും ജനിച്ചു. ശരീരം നഷ്ടമായതാർക്കാണ്? നിമിക്ക്. യാഗം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിലാണല്ലോ വസിഷ്ഠ മഹർഷി എത്തിയത്. യാഗം ആരെ പ്രതിയാണ്? യാഗ ഭാഗത്തെ സ്വീകരിക്കാൻ പറ്റിയ സാക്ഷാൽ ശ്രീഹരിയെ പ്രതിയാണ് യാഗം. അവിടെ ദേവന്മാരും ഋഷീശ്വരന്മാരും എല്ലാം ആഗതരുമാണ്. അവിടെ ഈ നിമി
യജമാനനാണല്ലോ. അദ്ദേഹത്തിന് ദേഹനാശം ഭവിച്ചപ്പോൾ പെട്ടെന്ന് ദേവന്മാരും മറ്റുള്ളവരും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. അവിടെ ഋത്വിക്കുകളായിരുന്ന മുനീശ്വരന്മാർ നിമിയുടെ ശരീരത്തെ സുഗന്ധപൂരിതമായ എണ്ണ തൈലത്തിലിട്ട് വെച്ചു. യാഗാനന്തരം യാഗം നടത്തണമല്ലോ, യാഗമെല്ലാം സമ്പൂർണമായിട്ട് സമർപ്പിച്ചു. ആ സമയത്ത് അവിടെ ദേവന്മാര് എത്തിച്ചേർന്നു. ആ ദേവന്മാരോട് മുനികൾ പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ ഈ യാഗ സമർപ്പണത്തിൽ എത്തിച്ചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കാൻ തക്ക ശക്തികളായ നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ഈ നിമിയുടെ ശരീരം ഉണർന്ന് എഴുന്നേൽക്കണം. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനെ പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ദേവന്മാരെ, നിങ്ങൾ വരം തരികയാണെങ്കിൽ നിമിയുടെ ശരീരം ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ എന്നതിന് മുന്നിൽ നിമിക്ക് അവിടെ കിടന്നുകൊണ്ട് ശബ്ദിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദേഹസംബന്ധം ഉണ്ടാകാതിരിക്കണം, എനിക്ക് ദേഹം വേണ്ട, ഞാന് ഈ ദേഹത്തെ ത്യജിക്കാൻ തയ്യാറാണ്, ദേഹസംബന്ധം ഉണ്ടാകരുത്, എനിക്ക് വേണ്ട. അതിന് കാരണം ശരീരം നിലനിൽപ്പുള്ളതല്ല എന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആദ്യം പറഞ്ഞു, നിമി പരമജ്ഞാനിയായ ദിവ്യാത്മാവാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ശരീരം ഇതുകൊണ്ട് ദുഃഖമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല. താൽക്കാലികമായ സുഖങ്ങൾ ലഭിക്കും. അത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖമായതാ. കണ്ണിന് സുഖമായത് കാണാം, കാതിന് സുഖമായത് കേൾക്കാം, മൂക്കിന് സുഖമായത് ഘ്രാണിക്കാം, നാക്കിന് സുഖമായത് പറയാം, ത്വക്കിന് സുഖമായത് ആസ്വദിക്കാം. പക്ഷെ ഒന്നോർത്താൽ ഈ സുഖങ്ങളൊക്കെയും നൈമിഷികമാണ്. അത് ഏത് സുഖവും നൈമിഷികമാണല്ലോ. ഇത് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ നൈമിഷികങ്ങളായ സുഖങ്ങളെ അല്ലേ നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ആ സുഖം അനുഭവിക്കാൻ എനിക്ക് ഈ ശരീരം വേണ്ട, എനിക്ക് ശാശ്വതമായ സുഖത്തെയാണ് അനുഭവിക്കേണ്ടത്. അത് ഞാൻ ചെയ്ത കർമ്മത്തിൽ കൂടി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിച്ചത്. അപ്പോൾ ശ്രീഹരിയെ സ്മരിച്ചുകൊണ്ട് തന്നെ മരിക്കാൻ സാധിച്ചത് ഏറ്റവും പരമകാരുണികമായ ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ദേഹം വേണ്ട. പ്രത്യേകിച്ച് ദേഹത്തിന് വിയോഗമുണ്ടാകും. സംയോഗ വിയോഗമാണല്ലോ. ദേഹമുണ്ടായി, യോഗം അത് സംയോഗമാണ്. ദേഹം പോകുന്നത് വിയോഗമാണ്. ഈ സംയോഗ വിയോഗങ്ങളാണ് ജീവനിലെ പരമമായ ദുഃഖത്തെ തരുന്നത്. അത് നഷ്ടമാകണമെന്നില്ല എങ്കിൽ കൂടി സംയോഗ വിയോഗങ്ങളുടെ ഫലമാണ് പരിണാമം. ആ പരിണാമം തന്നെ നമുക്ക് ദുഃഖമാണ്. നമ്മൾ കുട്ടിയായിരുന്നു, കുട്ടി വളർന്ന് ആരോഗ്യവാനായ വ്യക്തിയായി. കുട്ടിയായിരുന്നപ്പോഴത്തെ സുഖം ആരോഗ്യകരമായ ഒരു വ്യക്തിയായി തീർന്നപ്പോഴില്ല. കാരണം അത് ശൈശവത്തിലുള്ള സുഖമാണ്. ആരോഗ്യവാനായിരുന്നപ്പോൾ അനുഭവിച്ച സുഖം വാർദ്ധക്യത്തിലില്ല. അവിടെ ജരാനരകൾ ബാധിച്ചു, രോഗം ബാധിച്ചു, ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ല, കാത് കേൾക്കുന്നില്ല, സംസാരിക്കുന്നത് വ്യക്തമാകുന്നില്ല, കാണിക്കാൻ സാധിക്കുന്നില്ല, മൂക്കൊക്കെ അടഞ്ഞ നാസാദ്വാരങ്ങള്, ശരീരം ജരയും നരയും പൂണ്ടു. അതും ഒരു ദുഃഖമാണ്. ആ യൗവനത്തിന്റെ വിയോഗം വാർദ്ധക്യത്തെ തന്നു. വാർദ്ധക്യം നമുക്ക് യൗവനത്തെ നഷ്ടമാക്കിയപ്പോൾ അത് വിയോഗം. അപ്പം നമ്മള് ശരീരപരമായിട്ട് നോക്കിയാലും പ്രകൃതിയുടെ നിയമം അനുസരിച്ച് സംയോഗങ്ങളെല്ലാം തന്നെ വിയോഗത്തിന് കാരണമാകുന്നത് കൊണ്ട് അതൊക്കെയും ദുഃഖമാണ് എന്ന് നിമി വ്യക്തമായിട്ട് വ്യാസഭാഗവത്തിൽ പറയുന്നുണ്ട്. അതിനാല് ശരീരം സംയോഗ വിയോഗങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുമ്പോൾ ജ്ഞാനികളായുള്ളവർ ഈ പരമമായ ദുഃഖത്തെ ആശ്രയിക്കുന്നില്ല, ശാശ്വതമായ സത്യത്തെ, ആനന്ദത്തെ ആശ്രയിക്കുന്നു. സുഖം എന്ന് പറയുന്നത് ആനന്ദമാണ്. അങ്ങനെ ആ ശരീരമാണ് സംസാര ഭയത്തിന് കാരണം. എനിക്കതുകൊണ്ട് ഈ ശരീരം വേണ്ട എന്ന് പറഞ്ഞു. സംസാര ഭയത്തെ നിശേഷം നശിപ്പിച്ച് പുനരാവർത്തിരഹിതമായ ഭഗവാന്റെ
പാതാരവിന്ദത്തെ പരമപ്രേമത്തോടുകൂടി നിരന്തരം ഭജിക്കാൻ ശരീരത്തിന് കഴിയണം. ജീവിച്ചിരിക്കുമ്പോൾ സംയോഗങ്ങളിൽ നിന്ന് അകന്ന് ഒരു ഡിറ്റാച്ച്മെന്റോടുകൂടി പരമപദമായ സാക്ഷാൽ ശ്രീഹരിയെ ആശ്രയിക്കാൻ ജീവന് സാധിക്കണം. സുഖം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. ജലത്തിൽ താമസിക്കുന്ന മത്സ്യം, അത് മത്സ്യത്തിലാണ് താമസിക്കുന്നത്. അതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നതും അന്നത്തോടൊപ്പം ജലമാണ്. അതിന്റെ ഉള്ളിലും അതിന്റെ പുറത്തും ജലമേ കാണുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ശരീരം കൊണ്ടുണ്ടാകുന്ന സുഖമൊക്കെ നമുക്ക് നൈമിഷികമാണ്. അത് ദുഃഖത്തെ തരും. ഏത് ദിക്കിൽ നോക്കിയാലും ഈ ശരീരം നാശമാണ് ഫലം, ദുഃഖമാണ് ഫലം. അതുകൊണ്ട് എനിക്ക് ശരീരത്തിന് ആവശ്യമില്ല. അവർ ഋത്വിക്കുകളുടെ പ്രാർത്ഥനയും നിമിയുടെ ആവശ്യവും ദേവന്മാര് ഒരുപോലെ നിറവേറ്റി. എന്താണ് ഋത്വിക്കുകൾ പറഞ്ഞു, അങ്ങ് യാഗസമർപ്പണത്തിലെത്തി അനുഗ്രഹിക്കാൻ വന്നവരല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ അനുഗ്രഹിക്കണമല്ലോ. നിമിക്ക് ആഗ്രഹം ശരീരം വേണ്ട എന്ന്. അപ്പോൾ നിമിയുടെ ശരീരം ആ ആഗ്രഹം അനുസരിച്ച് ശരീരത്തെ കൊടുത്തില്ല. മറിച്ച് മുനികളുടെ ആവശ്യപ്രകാരം ആ നിമിയുടെ ചൈതന്യം മനുഷ്യന്റെ കണ്ണുകളിൽ വസിക്കാനുള്ള അവസരം കൊടുത്തു. നിമിഷം നിമിയിരിക്കുന്നത് കൊണ്ട് നിമിഷോന്മേഷങ്ങൾ ഉണ്ടായത്. കണ്ണ് ഇമ വെട്ടുന്നതും അടയുന്നതും നിമി ഇരിക്കുന്നത് കൊണ്ടാണ്. അതിനു മുൻപ് വരെ ആർക്കും കണ്ണിപ്രകാരം അടഞ്ഞു പോകുമായിരുന്നില്ല. നിമേഷന്മാരുണ്ട്, ഇമ വെട്ടാത്തവരുണ്ട്. അത് ദേവന്മാരാണ് ഇപ്പോഴും ഉള്ളത്. മനുഷ്യർക്കൊക്കെയും ഇമ വെട്ടും. മനുഷ്യരുടെ ഇമയിൽ നിമിക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഭൂപതി ദേഹമുണരുവാൻ അർത്ഥിച്ചു ഭൂപതി താൻ, അതു കേട്ടു ചൊല്ലിടിനാൻ ദേഹമനിത്യമോ. ഇത് നിത്യമായ ഒരു കൺസെപ്റ്റ് അല്ല. സങ്കല്പം മനസ്സിൽ പലതുണ്ടെങ്കിൽ ശരീരം നിത്യമായിട്ട് നിൽക്കുന്നതല്ല. ജരാവ്യാധി ഭാജനം, ആ ജരാനരകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമൊക്കെ നശിച്ചു പോകും. അതിനുള്ള പാത്രമാണ് ഭാജനം. അതാണ് ഈ പാത്രം, ഈ ശരീരം. മോഹപ്രദം ബന്ധകാരണമാകയാൽ, മോഹപ്രദമാണ്. ഓരോന്നോരോന്ന് ഈ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അത് സാധിക്കാനായിട്ട് പ്രവർത്തിക്കും. അതൊക്കെ ബന്ധനത്തിന് കാരണമാവും, ശരീരത്തിനും ജീവനുമൊക്കെ. ബന്ധകാരണമാകയാൽ ദേഹം ധരിക്കുന്നു യോഗികളൊക്കെയോ. ദേഹമല്ലോ ശോകകാരണം ദേഹിനാം. നമ്മുടെ ദുഃഖത്തിന്റെയൊക്കെ അടിസ്ഥാനം ഈ ശരീരം. ഈ ശരീരത്തിൽ നിന്ന് ഉയർന്ന് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് സുഖമുണ്ട്. അവരൊക്കെയും ഇന്ന് സുഖം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആകയാൽ ദേഹത്തിന് ആഗ്രഹമില്ലമേ, ശോകം വരുത്തുവാൻ ആശയുണ്ടാകുമോ. എനിക്ക് ശരീരം വേണ്ട, ദുഃഖിക്കാനാണ് ഈ ശരീരം കൊണ്ട്. പിന്നെ അങ്ങനെ ആരെങ്കിലും ദുഃഖത്തിന് പാത്രമാകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് ദുഃഖം തരുന്ന ശരീരം വേണ്ട എന്ന് പറഞ്ഞു. എന്നതു കേട്ടരുൾ ചെയ്ത മുനികളും ഇന്നോ ദേഹം വീണ മൂലം വിദേഹനായി ഉത്തമനാം ഭവാൻ മാനുഷന്മാരുടെ നേത്രങ്ങൾ ഇന്നു തൊട്ട് വസിച്ചാലും എന്നാൽ നിമേഷണോന്മേഷങ്ങളുണ്ടാകും. എന്നാൽ ഭവാന് യശസ്സുമുണ്ടായി വരും. അങ്ങനെ ഇന്നു തൊട്ട് അങ്ങ് മനുഷ്യന്മാരുടെ നേത്രങ്ങൾ അധിവസിക്കുക, അതുമൂലം അങ്ങേക്ക് യശസ്സും ഉണ്ടായി വരുമെന്ന് പറഞ്ഞ് ഋഷീശ്വര ഭഗവാന്മാര് ദേവന്മാരവരെ അനുഗ്രഹിച്ചു. ജ്ഞാനവും ഉണ്ടാം നിനക്കെന്നു കേൾക്കയാൽ മാനവ ശ്രേഷ്ഠൻ വസിച്ചു നേത്രങ്ങളിൽ. ജ്ഞാനമുണ്ടാകും. എങ്ങനെയാണ്? അജ്ഞാനം എന്തെന്ന് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്ന് മുക്തി നേടി ജ്ഞാനമുണ്ടാകാൻ സാധിക്കുന്നത് കൊണ്ട് അങ്ങനെ വിജ്ഞാനിയായിട്ട് കണ്ടറിയുന്നതാണ്. കണ്ടറിയുന്നതല്ല സത്യം, അതിന്റെ പിന്നിലുള്ള ഉണ്മയെ തിരിച്ചറിയുന്നത് സത്യമാകുന്നത് കൊണ്ട് നിമി ഇന്നും കണ്ണില് ഇരിക്കുന്നു എന്ന് പറയുന്നു.